യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. പ്രൈസ് ദ ലോർഡ്. ഷേമ ഇസ്രായേലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ജീവന് തുല്യം സ്നേഹിക്കേണ്ട സഹോദരൻ്റെ ജീവൻ എടുക്കാൻ മാത്രം കായൻ വീണുപോയത് എന്തുകൊണ്ടായിരുന്നു? നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും നന്മയോട് ചേർന്ന് നിൽക്കേണ്ട ഒരുപാട് അവസരങ്ങളിൽ തിന്മയിലേക്ക് നാം വീണുപോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതങ്ങൾ ഇനിയും ദൈവത്തിന് സ്വീകാര്യമായി മാറിയിട്ടില്ല എന്ന് നാം സംശയിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഷേമ ഇസ്രായേൽ നമ്മുടെ സംശയങ്ങൾക്കുള്ള ഉത്തരമാണ്. നമ്മുടെ ജീവിതങ്ങൾ നന്മയിലേക്ക് പലപ്പോഴും നയിക്കപ്പെടാതെ പോകുന്നതിൻ്റെ കാരണവും അന്ധകാര ശക്തികൾക്കെതിരെ നാം പോരാടേണ്ടതിൻ്റെ ആവശ്യകതയും ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കുകയാണ്. ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യം കേട്ടുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മോട് വചനം പങ്കുവയ്ക്കുന്നത് കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ ബിജിൽ ചക്കിയത്താണ്. ദൈവവചനത്തിനായി നമുക്കൊരുങ്ങാം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. എൻ്റെ പേര് ശോഭ ജോസഫ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് പ്രമോദ് ജോസഫ്. മകന് 16 വയസ്സുണ്ട്. രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായും ഞാൻ 3 വർഷം ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല. ഞാനിവിടെ എല്ലാ ശനിയാഴ്ചയും നടക്കുന്ന കൺവെൻഷനിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായും എൻ്റെ ഹസ്ബൻഡ് ഇവിടെ എല്ലാ മാസവും ആദ്യ വ്യാഴാഴ്ച നടക്കുന്ന ജാഗരണ പ്രാർത്ഥനയിൽ വന്ന് സംബന്ധിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായും കഴിഞ്ഞ 2015 ഫെബ്രുവരി മാസത്തെ ജാഗരണ പ്രാർത്ഥനയുടെ ആരാധനയുടെ സമയത്ത് ബഹുമാനപ്പെട്ട ബിജിലച്ചൻ പരിശുദ്ധ അഭിഷേകത വിളിച്ചു പറഞ്ഞു, രണ്ടാമതൊരു മകനു വേണ്ടി, ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു മകനെ ദൈവം അനുഗ്രഹിക്കുന്നു. അത് എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾക്ക് തന്നെയാണെന്ന് വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഹസ്ബൻഡിൻ്റെ ശരീരത്ത് ഷോക്കടിക്കുന്ന പോലെയും കുളിര് കോരുന്നൊരു പോലെ ഒരു അനുഭവം ഉണ്ടായി. വീട്ടിൽ വന്ന് എന്നോട് ഈ അനുഭവത്തെപ്പറ്റി പങ്കിട്ടു. ഞാനും അത് ഞങ്ങൾക്ക് തന്നെയാണെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുവാൻ സാധിച്ചു. എനിക്ക് ഹൈപ്പോതൈറോയിഡിസം എന്ന അസുഖം 13 വർഷമായിട്ടുണ്ട്. എൻ്റെ പ്രഗ്നൻസിയിൽ എൻ്റെ ബ്ലഡിലുള്ള TSH ലെവൽ കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരുന്നു. 5ാമത്തെ മാസമായപ്പോൾ എൻ്റെ THS ലെവൽ വളരെ ഹൈ ആയിരുന്നു. ഞങ്ങളപ്പോൾ ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഒരു ആൻറ്റിബോഡിയുടെ ചെക്കപ്പ് കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു. ആൻറ്റിബോഡിയുടെ ചെക്കപ്പ് ചെയ്തപ്പോൾ അതും വളരെ ഹൈ ആയിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഇപ്പോൾ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ കാരിസ് ഭവനിലുള്ള എല്ലാ അച്ഛന്മാരും മധ്യസ്ഥ പ്രാർത്ഥനയിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഡോക്ടർ പറഞ്ഞിരുന്നു 2 മാസം കൂടെ കഴിയുമ്പോൾ ഇനി അടുത്ത റിസൾട്ട് കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ 2 മാസം കഴിഞ്ഞ് 8ാം മാസത്തിൽ എൻ്റെ റിസൾട്ട് TSH റിസൾട്ട് എല്ലാം നോർമലായിരുന്നു. അങ്ങനെ നവംബർ 11-ാം തീയതി ഒരു കുഴപ്പവും കൂടാതെ ഒരു ആൺകുഞ്ഞിനെയും കൂടെ ദൈവം തന്നെ അനുഗ്രഹിച്ചു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇന്നത്തെ സുവിശേഷത്തിലൂടെയും ഇന്നത്തെ വചനത്തിലൂടെയും പരിശുദ്ധാത്മാവ് മനോഹരമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പോവുക. പിശാചിൻ്റെ സകല അധികാരങ്ങളും അവൻ്റെ
പെരുമാറ്റം, അവൻ്റെ പ്രവണത, അവൻ്റെ പ്രവൃത്തികൾ, ഇതൊക്കെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മളെ മനസ്സിലാക്കി ആത്മാവിൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ നയിക്കാൻ പോവുക. നമ്മൾ ധ്യാനിക്കുന്ന കർത്താവിൻ്റെ വചനം ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വചനമാണ്. അതിലിങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിക്കൽ ഇരിപ്പുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ, ഞാൻ നന്മ ചെയ്യുന്നില്ലെങ്കിൽ, വിശുദ്ധമായത് ചെയ്യുന്നില്ലെങ്കിൽ, ആത്മീയ കൃപയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ, ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിൽ, വചനം പറയുന്നു പാപം പടിവാതിക്കൽ തന്നെ പതിയിരിപ്പുണ്ട്. ഇതിന് വിപരീതമായ, വിശുദ്ധിക്ക് വിപരീതമായ അശുദ്ധി, നന്മയ്ക്ക് വിപരീതമായ തിന്മ, സ്നേഹത്തിന് വിപരീതമായ ദുഷ്ടത അല്ലെങ്കിൽ സ്നേഹരാഹിത്യം, ഇതൊക്കെ വാതിക്കലിരിക്കുക. ഇത് വാതിക്കൽ പതിയിരിക്കുക. പതിയിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അങ്ങനെ ഇരിക്കുന്നതെന്ന്, അല്ലേ? ചില മൃഗങ്ങളൊക്കെ വേട്ടയാടുമ്പോൾ അവരെങ്ങനെ ഇരിക്കുന്നത്? പതിയിരിക്കുക ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും ശത്രുവിൻ്റെ മേലെ ചാടി വീഴുവാനുള്ള ഒരു ബലമാണ്, ഒരു ശക്തിയാണ്, ഒരു ചെയ്തിയാണ് ഈ പതിയിരിക്കുക എന്നൊക്കെ പറയുന്ന അർത്ഥമാക്കുന്നത്. അപ്പോൾ പാപം വാതിക്കൽ പടിയിരിക്കുന്നുണ്ട് എന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയമാകുന്ന വാതിലിൻ്റെ മുമ്പിലാണ് ഇവൻ പതിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്, അല്ലേ? നമ്മുടെയൊക്കെ കുടുംബത്തിൻ്റെ വാതിലുകളിൽ നമുക്കറിയാം, ചിലരൊക്കെ മുട്ടി കുറേ നേരം മുട്ടും, നമ്മൾ തുറന്നു കൊടുത്താൽ മാത്രമേ ഇതകത്തേക്ക് കയറുള്ളൂ. ഇതുപോലെ തന്നെ നമ്മുടെ ഹൃദയമാകുന്ന വാതിലിൽ ഇതുപോലെ നിരന്തരം മുട്ടിക്കൊണ്ടിരിക്കുന്ന ദൈവസാന്നിധ്യമുള്ളതുപോലെ തന്നെ പിശാചും വാതിക്കൽ പതിയിരിക്കുകയാ. ചിലവരൊന്നും വാതിലെ കൊട്ടൊന്നും വേണ്ട, ഇടയ്ക്കിടയ്ക്ക് വാതിൽ തുറന്നിട്ട് നോക്കും, ആരെങ്കിലും ഇരിപ്പുണ്ടോ, കയറിപ്പോരെ, ആരെങ്കിലും ഇരിപ്പുണ്ടോ, കയറിപ്പോരെ, റെഡിയാ, തുറന്നിട്ടേക്കുക. ചിലവരൊക്കെ പാപത്തിൻ്റെ മേഖലകളിൽ ജീവിതം മുഴുവൻ തുറന്നിട്ടിരിക്കുക. പിശാചിന് സ്ട്രെയിനൊന്നുമില്ല, കൊട്ടവും വേണ്ട, ഒന്നും ചെയ്യണ്ട. പുറത്തേക്കൂടെ അതിലെതിലേക്കും നടക്കുകയാണെങ്കിൽ വിളിച്ചിട്ട് വാ മോനെ ഉള്ളിൽ കയറിക്കോ. മൊബൈൽ ഫോൺ അവിടെ ഇരിക്കുവാണെങ്കിൽ അതിലൂടെ പിശാച് ഇങ്ങോട്ട് കയറും. കമ്പ്യൂട്ടർ അങ്ങേറ്റത്തിരിക്കുകയാണെങ്കിൽ അതിലൂടെ പിശാച് ഇങ്ങോട്ട് കയറും, അല്ലേ? ഏതെങ്കിലും വ്യക്തി അതിലൂടെ പോയാൽ അതിലൂടെ ഇങ്ങോട്ട് കയറും. അതുപോലെ കർത്താവിൻ്റെ വചനം പഠിക്കും, ഇവൻ പതിയിരിക്കുക, അവൻ ഒളിച്ചിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാ? വചനം പറയുന്നില്ലേ, കള്ളൻ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അവൻ കൊല്ലാനും മോഷ്ടിക്കാനും വഞ്ചിക്കാനും നശിപ്പിക്കാനുമായിട്ടാ. അതിനു വേണ്ടിയിട്ട് അവൻ കാത്തിരിക്കുന്നത്. അവൻ നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ വാതിലുകൾ അവന് വേണ്ടി തുറന്നു കൊടുത്താ ഉറപ്പാ അവൻ കയറും. അവൻ കയറി ഉള്ളി കയറി നിരങ്ങി ജീവിതത്തിൻ്റെ വിശുദ്ധികളെയും നന്മകളെയും സ്നേഹങ്ങളെയും അതിലൂടെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുമായിട്ടുള്ള സകല ബന്ധങ്ങളുടെ മേൽ പോലും പിശാച് പ്രവർത്തിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം നമ്മളെ ശക്തമായിട്ട് പറയുന്നൊരു കാര്യമാണ്, മക്കളെ, നന്മ ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഓർക്കണം. എപ്പോഴാണ് ഓർക്കണ്ടേ? എപ്പോഴും ഓർക്കണം, അല്ലേ? എപ്പോഴും നിരന്തരം ഓർക്കണം. കാരണം എന്താ? 1 പത്രോസ് 5:8 കർത്താവിൻ്റെ വചനം നമ്മളെ നയിക്കുന്നത്, 7-8 വചനങ്ങളിലേക്ക് നയിക്കുന്നതിനതാ, സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് നോക്കിക്കൊണ്ട് ചുറ്റി നടക്കുകയാ. പിശാച് ആരെ വിഴുങ്ങണമെന്ന് നോക്കിക്കൊണ്ട് അലറുന്ന സിംഹത്തെ പോലെ ഉണ്ടോ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുക. അവന് റെസ്റ്റ് ഒന്നുമില്ല, അവൻ 24 hours ഓവർ ടൈം പോലും വർക്ക് ചെയ്യുന്നുണ്ട് അവൻ, അല്ലേ? നമ്മളൊക്കെ 12 മണിക്കൂർ വർക്ക് ചെയ്തു, ബാക്കി 12 മണിക്കൂർ നമ്മുടെ കാര്യങ്ങളും റെസ്റ്റും പരിപാടികളൊക്കെ. പുള്ളിക്ക് അതൊന്നുമില്ല, റെസ്റ്റ് ഒന്നുമില്ല. ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ വളരെ മനോഹരമാണ്. പുള്ളി 24 hours വർക്കിംഗ് ആണ്, അല്ലേ? അതാണല്ലോ വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ചുരുങ്ങിയ സമയമേ അവനുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് അവൻ നന്നായിട്ട് പണിതുകൊണ്ടിരിക്കുക. 1 മിനിറ്റ് പോലും റെസ്റ്റ് എടുക്കാതെ സൈറ്റൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ദൈവമക്കളും ഇതുപോലെ 24 മണിക്കൂറും അലേർട്ടായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്.
24 മണിക്കൂറും ആത്മീയ ജീവിതത്തിൻ്റെ മേൽ ആത്മീയ മനുഷ്യൻ അലേർട്ടായിരിക്കണം. ഒരു നിമിഷം മതി, ഒരൊറ്റ നിമിഷം ആത്മീയ ജ്ഞാനമില്ലാതെ പോയാൽ, ഒരൊറ്റ നിമിഷം വിവേകമില്ലാതെ പോയാൽ, ഒരൊറ്റ നിമിഷം നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽ പതിയിരിക്കുന്നവന് വേണ്ടി നിന്റെ ഹൃദയമാകുന്ന ജീവിതമാകുന്ന വാതിലുകൾ തുറന്നു കൊടുത്താൽ അതിലൂടെ അവൻ എൻട്രി എടുക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് പാപം വാതിക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അതെപ്പോഴും ഓർക്കണം. ഒരു ആത്മീയ ജീവിതത്തിന് വില കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ 24 മണിക്കൂറും ഓർത്തിരിക്കേണ്ട ഒരാത്മീയ രഹസ്യവും ആത്മീയ സത്യവുമാണ് പാപം വാതിക്കൽ പടിയിരിക്കുന്നുണ്ടെന്നുള്ള സത്യം. എന്നിട്ട് അടുത്ത വചനം കൂട്ടിച്ചേർക്കാൻ നോക്കിക്കേ, അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു. ഓ, കണ്ടോ, ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് അവൻ്റെ അടുത്തിരിക്കുന്നത് അല്ലേ? നിന്റെ അപ്പനും നിന്റെ അമ്മയ്ക്കും നിന്റെ കൂടപ്പിറപ്പുകൾക്കും ഇല്ലാത്ത ഒരു ഇൻട്രസ്റ്റ് പിശാചിനുണ്ട് അല്ലേ? നമ്മുടെ അപ്പനും അമ്മയും നമ്മുടെ 24 മണിക്കൂർ നമ്മുടെ കാര്യം നോക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ മാതാപിതാക്കൾക്ക് പോലും 24 മണിക്കൂറും കഷ്ടപ്പെടാൻ പറ്റില്ല. നമ്മൾ പറയുമ്പോൾ പറയും ചോര നീരാക്കി എന്നൊക്കെ പറയും, പക്ഷേ 24 മണിക്കൂറൊന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അപ്പനും അമ്മയ്ക്ക് പോലും പറ്റില്ല. പക്ഷെ പിശാച് അവൻ അലറുന്ന സിംഹത്തെ പോലെ 24 hours ചുറ്റി നടക്കുകയാ. അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത്, അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു. നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു. നിന്റെ ജീവനിൽ പിശാച് താല്പര്യം വെച്ചിരിക്കുന്നു. കണ്ടോ, നിന്നെ തകർക്കാന്നുള്ള അവന് ലക്ഷ്യം, നിന്നെ നശിപ്പിക്കാന്നുള്ള ലക്ഷ്യം. നിന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നന്മയായിട്ടുള്ളത് മുഴുവൻ കളയും. ജീവിത വിശുദ്ധി, സ്നേഹിക്കുവാനുള്ള അഭിഷേകം, ബന്ധങ്ങൾ, നിന്റെ ആത്മീയ ജീവിതം, നിന്റെ ബലിജീവിതം, ഇതൊക്കെ നശിപ്പിക്കും. ലക്ഷ്യങ്ങളെ പോലും പിശാച് തകർക്കും. ഇത് മനസ്സിലാക്കാതെ എത്രയോ നമ്മുടെ കുഞ്ഞുങ്ങളാ പഠിക്കാൻ വിടുന്നവർ അത് ലക്ഷ്യം മറന്ന് പ്രേമബന്ധത്തിലേക്കും പ്രണയബന്ധത്തിലേക്കും അവിശുദ്ധ ബന്ധങ്ങളിലേക്കൊക്കെ കടന്നു പോയിട്ട് ജീവിതത്തിന് ലക്ഷ്യം മറന്നു പോകുന്നത്. ചില മദ്യപാനത്തിലേക്കും ദുശീലങ്ങളിലേക്കും പുകവലിയിലേക്കും ആസക്തികളിലേക്കൊക്കെ കടന്നുപോയിട്ട് അവനെ വിട്ടതിൻ്റെ ലക്ഷ്യം, അവളെ വിട്ടതിൻ്റെ ലക്ഷ്യം മറന്നു പോകുന്നേ. കണ്ടോ, നിന്നിൽ താല്പര്യം വെച്ചിരിക്കുക. അവൻ്റെ താല്പര്യവും അവൻ്റെ പ്രവൃത്തിയും അവൻ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് വചനം പഠിപ്പിക്കുന്നു. അവൻ വഞ്ചകനായതുകൊണ്ട് അവൻ വഞ്ചിക്കാൻ നിരന്തരം ശ്രമിക്കും. അവൻ നുണയനായതുകൊണ്ട് എപ്പോഴും നിന്നോട് നുണ പറയും. അവൻ കള്ളനായതുകൊണ്ട് അവൻ നിന്റെ ജീവിതത്തിൽ നീ അറിയാത്ത മേഖലകളിലൂടെ കയറി പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഇത് നമ്മൾ മനസ്സിലാക്കാന്നുള്ളൂ. അതുകൊണ്ടാ വചനം ഇതൊരു ഓർമ്മപ്പെടുത്തലാ, ഒരു ആത്മീയ മനുഷ്യന് വേണ്ടിയിട്ടുള്ള സ്വർഗത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ഉൽപ്പത്തി 4:7 കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നേ. വളരെ കൃത്യമായിട്ടല്ലേ പറയുന്നേ. നോക്കിക്കേ, അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു. ഇന്ന് ഇവന്റെ താല്പര്യത്തിന് വേണ്ടിയിട്ടാ ചിലരുടെയൊക്കെ ജീവിതം മുഴുവനും കൊടുത്തിരിക്കുന്നത് അല്ലേ? ഒരു ജീവിതായുസ് മുഴുവനും പാപം ചെയ്യണം എന്നുള്ള വ്യഗ്രതയോട് ഓടി നടക്കുന്നവരുണ്ട്. വിശുദ്ധ അഗസ്ത്യൻ പോലും വിശുദ്ധനാകുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നൊരു കാര്യമില്ലേ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവൻ പറയുന്ന പാപം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ പ്രഭാതത്തിലും ഞാൻ സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നേ. ഇങ്ങനെ ഉണ്ടെന്നേ ചിലവര്. എത്രയോ പേര് വന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ചോ, എൻ്റെ ജീവിത പങ്കാളി കിടക്കപ്പായെന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ തലക്കപ്പാകത്ത് വെച്ചേക്കോ കുപ്പി, 2 അടിക്കാതെ പുള്ളിക്ക് നേരെ നിൽക്കാൻ പോലും പറ്റില്ല, ഷിവറിങ്ങാ. ചിലവർക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ പോലും സിഗരറ്റ് വലിക്കണം, അല്ലെങ്കിൽ ബീഡി വലിക്കണം, ഇല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോലും പ്രാഥമിക കർമ്മം പോലും തിന്മയുടെ സ്വാധീനമില്ലാതെ ചെയ്യാൻ പറ്റാത്തവർ നമ്മുടെ സമൂഹത്തിലില്ലേ, നമ്മുടെ കുടുംബങ്ങളിലില്ലേ? അതുപോലെ പിശാച് വഞ്ചിച്ചിട്ടിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. അതുപോലെ തിന്മ അധികാരമെടുക്കുന്ന ജീവിതങ്ങളുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, നിന്നിൽ അത് താല്പര്യം വെച്ചിരിക്കുന്നു. ഈ താല്പര്യം വെച്ചിരിക്കുന്നവൻ നമ്മുടെ ജീവിതത്തിൻ്റെ മേലുള്ള താല്പര്യം എന്താണെന്ന് ആത്മാവിൽ വിവേചിച്ചറിയണം. നമ്മളെ വിശുദ്ധ ജീവിതം നയിക്കാനൊന്നുമല്ല പിശാച് നമ്മളിലേക്ക് വരുന്നേ. പാപത്തിൻ്റെ പ്രേരണകൾ നമുക്ക് പിശാച് തരുന്നത് നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, നമ്മുടെ ആത്മാവ് രക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. നേരെ വിപരീതമായ തീരുമാനമായിട്ടാണ് ശൈത്യൻ വരുന്നത്. പാപം തിന്മയുടെ സ്വാധീനമായതുകൊണ്ട് പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണെന്ന് വചനം പറയുന്നില്ലേ? ഒരു സ്വാതന്ത്ര്യമില്ല. അപ്പൊ അത് നമ്മളിലേക്ക് വരുന്നത്, അതിലേക്ക് നമ്മളെ നയിക്കുന്നത്
ഒരു ദൈവമകൻ്റെ ഒരു ദൈവമകളുടെ ആത്മീയ ജീവിതത്തിൻ്റെ ബലക്ഷയത്തിലേക്കും അങ്ങനെ ആത്മനാശത്തിലേക്കും അവൻ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അടുത്ത വാക്ക് എഴുതി വെച്ചിരിക്കുന്നു, നോക്കിയേ, നീ അതിനെ കീഴടക്കണം. കണ്ടോ, ഞാൻ കീഴടക്കില്ലെങ്കിൽ എന്നാ പ്രശ്നം എന്നാ? നമ്മളിപ്പോൾ ഒരു സാധാരണ രണ്ടുപേര് തമ്മിൽ ഇടി കൂടിക്കൊണ്ടിരിക്കുക, നല്ല ആരോഗ്യമുള്ള രണ്ടുപേരും, അത്യാവശ്യം ആരോഗ്യമുള്ളതാണ്. ഞാൻ അവനിട്ടിടിക്കുന്നു, അവനിങ്ങോട്ടിടിക്കുന്നു, രണ്ടും നല്ല ഇടി നടന്നുകൊണ്ടിരിക്കുക. അവസാനം ആർക്കാണ് ബലക്കുറവ് അവനെ മറ്റവനിടിച്ച് താഴെ ഇടും. വേണമെങ്കിൽ മുതുകത്ത് കയറുന്ന രണ്ടിടിയും കൂടി ഇടിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയുന്നു, നീ അതിനെ കീഴടക്കുന്നില്ലെങ്കിൽ നേരെ വിപരീതമായത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ പാപം നിന്നെ കീഴടക്കും, പിശാച് നിന്നെ കീഴടക്കും. കണ്ടോ, ഇത് അനേകർക്ക് സംഭവിക്കുന്നതന്നെ വിശുദ്ധ ജീവിതത്തിന് കരുത്തില്ലാത്തത് കൊണ്ടും ദൈവവചനത്തിൻ്റെ ശക്തിയില്ലാത്തത് കൊണ്ടും ദൈവസ്വരത്തെ മാനിക്കാത്തത് കൊണ്ടും വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കാത്തത് കൊണ്ടൊക്കെ ഇതുപോലെ കടന്നു വരുന്ന പാപവും അതിന് കാരണമായി നിൽക്കുന്ന തിന്മകളും ജീവിതത്തിൻ്റെ മേൽ അധികാരമെടുത്തിട്ട് ചിലരൊക്കെ ഇന്ന് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആ പാപത്തെ കീഴ്പ്പെടുത്താൻ പറ്റുന്നില്ല, അതുകൊണ്ട് പാപം കീഴ്പ്പെടുത്തുന്നു. ആ തിന്മയെ കീഴ്പ്പെടുത്താൻ പറ്റുന്നില്ല, അതുകൊണ്ട് ആ തിന്മ കീഴ്പ്പെടുത്തുന്നു. അല്ലേ? കർത്താവിൻ്റെ വചനം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നില്ലേ, ബലകെട്ടത് പറയരുത്, വിശുദ്ധമായി സംസാരിക്കും, നിന്റെ നാവ് കർത്താവിൻ്റെ നാവ് പോലെയാവും. എന്നിട്ടെന്താ, ഇന്ന് നാവിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ഇന്ന് നാവിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പോലും പറ്റുന്നില്ല. പിശാച് നമ്മളെ നാവുകളെ കീഴടക്കുന്നത് കൊണ്ട് നമുക്ക് പിശാചിൻ്റെ സ്വരം തന്നെയാണ് നാവുകളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണ് ശരീരത്തിന്റെ വിളക്കല്ലേ? കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കുമെന്നുമല്ലേ വചനം പറയുന്നേ. ഇന്ന് ഈ കണ്ണുകളിലൂടെ തിന്മ കയറിക്കൊണ്ടിരിക്കുക. കണ്ണുകൾ അടച്ച്, അടയ്ക്കേണ്ടിടത്ത് കണ്ണുകൾ അടച്ച്, അടയ്ക്കേണ്ടിടത്ത് കാതുകൾ അടച്ച്, അടയ്ക്കേണ്ടിടത്ത് നിന്റെ അധരമടച്ച്, അടയ്ക്കേണ്ടിടത്ത് നിന്റെ ഹൃദയമടച്ച് നിന്റെ ജീവിതത്തിന്റെ വിശുദ്ധിയെ സൂക്ഷിക്കുന്നില്ലെങ്കിൽ അവൻ പടിവാതിക്കൽ പതിയിരിപ്പുണ്ടെന്ന് നീ ഓർമ്മിച്ചു കൊള്ളുക. നീ അതിനെ കീഴടക്കുന്നില്ലെങ്കിൽ അത് നിന്നെ കീഴടക്കുമെന്നും കർത്താവിൻ്റെ വചനം കൂട്ടിച്ചേർക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഒരു ആത്മീയ രഹസ്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു നിമിഷം പോലും അവന് വേണ്ടി നമ്മുടെ ഹൃദയത്തിൻ്റെ കവാടങ്ങൾ, ജീവിതത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 16-ാമത്തെ വചനം അതിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, മക്കളെ, ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. അല്ലേ? ചുറ്റുപാടിലേക്കൊന്ന് നോക്കിക്കേ. വേണ്ടല്ലോ, എല്ലാ ദിവസവും കിട്ടുന്ന ന്യൂസ് പേപ്പർ എടുത്തൊന്ന് വെറുതെ ഒന്ന് നോക്കിക്കേ. ഈ ഓരോ ദിവസത്തെ ന്യൂസ് പേപ്പറിൽ കഞ്ചാവ് മൂലം പിടിച്ചു, മദ്യപിച്ച് വാഹനം ഓടിച്ചു ആക്സിഡൻ്റ് ഉണ്ടായി, ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങളിൽ വന്നിരിക്കുന്ന ലൈംഗിക അരാജകത്വങ്ങൾ, പിഞ്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നു, അല്ലേ? വഴിവിട്ട ജീവിതത്തിൻ്റെ ഉദാഹരണങ്ങൾ, അശുദ്ധിയുടെയും തെറ്റായ മേഖലയുടെയും സമ്പത്ത് ഉണ്ടാക്കിയതിൻ്റെ കാര്യങ്ങൾ എല്ലാം. എന്തെങ്കിലും നന്മയെന്ന് ന്യൂസ് പേപ്പറുകളിൽ പോലും കാണാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും നന്മ നമ്മൾ വായിക്കുന്ന ഈ എല്ലാ ദിവസവും വായിച്ചു കൊണ്ടിരിക്കുന്ന 4-5 പത്രങ്ങളുണ്ടല്ലോ, അല്ലേ? എപ്പോഴും ഏറ്റവും അശുദ്ധമായവയ്ക്കല്ലേ ഇന്ന് ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യമുള്ളത്. എന്തെങ്കിലും സെൻസേഷനിൽ നിന്ന് നമ്മൾ വിളിക്കുന്നതൊക്കെ അതിൻ്റെ പിന്നിൽ ഒരു തിന്മയുടെ കൊണോട്ടേഷൻ ഇല്ലേ? ഒന്ന് നോക്കിക്കേ. നന്മയായിട്ടുള്ളത് എന്ത് അഡ്വർടൈസ്മെന്റ് ഉണ്ട്, അല്ലേ? നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നടന്ന അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ നടന്ന യുവജന സംഗമം, ലോക യുവജന സമ്മേളനത്തിൽ 10-30 ലക്ഷം പേരാ വന്നത്. എന്നിട്ട് ചില പത്രങ്ങളിൽ ഒരു തുണ്ട് സൈഡിൽ 30 ലക്ഷം പേര് ഒരുമിച്ച് കൂടി. തീർന്നു, ന്യൂസ് തീർന്നു. ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തി എവിടെയെങ്കിലും ഒരു വീഴ്ച സംഭവിച്ച, ഒരു തകർച്ചയുണ്ടായാൽ അത് മെയിൻ ഹെഡിങ്ങിലാ, തലക്കെട്ടതാ, അല്ലേ? അത് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യും. കണ്ടോ? അതുകൊണ്ടാണ് വചനം പറയുന്നത്, മക്കളെ, ഇത് തിന്മയുടെ ദിനങ്ങളാ. ചുറ്റുപാടും തിന്മയാ, ചുറ്റുപാടും തിന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങളാ, ചുറ്റുപാടും തിന്മയിലേക്ക് നമ്മളെ നയിക്കുന്ന സാഹചര്യങ്ങളാ. അതുകൊണ്ട് വചനം കൂട്ടിച്ചേർക്കുന്നു, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ.
ഭോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭിഷ്ടമെന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കുവിൻ. ഉണ്ടോ? ഭോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭിഷ്ടമെന്തെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. എന്തിനു വേണ്ടി? നന്മയ്ക്ക് വേണ്ടി. അതല്ലേ വചനം പറയുന്നത്? നിങ്ങൾ നന്മ ചെയ്യുന്നില്ലെങ്കിൽ, കണ്ടോ, ജീവിതത്തിൻ്റെ വിശുദ്ധിയിൽ വളരാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, ബന്ധങ്ങളെ അല്പം കൂടി ഊഷ്മളതയുള്ളതാക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ, സ്നേഹത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ, ഒരു സുവിശേഷത്തിൻ്റെ സാക്ഷി ജീവിതത്തിലേക്ക് നീ ശ്രമിക്കുന്നില്ലെങ്കിൽ, പാപം വാതിക്കൽ പടിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അതിൽ നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. ഈ ശക്തി നമ്മളിലേക്ക് നിറയട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് ഒഴുകട്ടെ. ഈ നിമിഷം ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സകല ജീവിതങ്ങളും എവിടെയൊക്കെയാണോ പാപത്തിലേക്കും അശുദ്ധിയിലേക്കും അറിയാതെ തന്നെ വീണുപോയിട്ടുള്ള മേഖലകൾ, പാപത്തിലേക്കുള്ള ചായ്വുകൾ, പാപം പിടിച്ച് വലിച്ചു കൊണ്ടുപോയ മേഖലകൾ, ആ മേഖലകളിലൊക്കെ ഒരാത്മാവിൽ വിടുതൽ സംഭവിക്കട്ടെ. അതിൽ നിന്നും പുറത്തേക്ക് വരുവാൻ, അത് ഉപേക്ഷിക്കുവാൻ, അത് വെട്ടിമാറ്റുവാൻ പരിശുദ്ധാത്മാവ് ഈ നിമിഷം അനേകരെ, ഈ വചനം ശ്രവിക്കുന്ന അനേകരിലേക്ക് ആത്മാവിൻ്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്നു വരുന്ന ആരാധന നിമിഷങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഈ പാപം കടന്നു വരുന്ന സകല മേഖലകളെയും സമർപ്പിച്ചുകൊണ്ട് അവയ്ക്ക് മുമ്പിൽ ജീവിതത്തെ കൊട്ടിയടയ്ക്കുവാനുള്ള ഒരു അഭിഷേകത്തിന് വേണ്ടി തുടർന്നു വരുന്ന ആരാധന സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവമേ, ദിവ്യകാരുണ്യമേ, യേശുവേ, ആരാധന, 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 ആരാധന. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം രണ്ട് കരങ്ങളും തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. ദിവ്യകാരുണ്യമായ ഈശോ യൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയം വചനത്തിലൂടെ നമ്മൾ കേട്ടില്ലേ? പാപം വാതിക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. നമ്മുടെ വിശുദ്ധ ജീവിതം കാർന്നെടുക്കുവാൻ, നമ്മുടെ ആത്മീയ ജീവിതം തകർത്ത് കളയുവാൻ, നമ്മുടെ കുടുംബ ബന്ധങ്ങളെയും സ്നേഹബന്ധങ്ങളെയൊക്കെ തകർക്കുവാൻ സാത്താൻ അതുപോലെ നമ്മുടെ ഹൃദയമാകുന്ന വാതിലിൻ്റെ മുമ്പിലിരിക്കുക. വചനം കൂട്ടിച്ചേർത്തില്ലേ? നമ്മളതിനെ കീഴടക്കണം. കരങ്ങൾ രണ്ടും തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും കർത്താവ് എനിക്ക് വിടുതലും വിമോചനവും തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ പാപത്തിലേക്കുള്ള ചായ്വുകൾ, പാപത്തിലേക്കുള്ള സ്വാധീന വലയങ്ങൾ, പാപക്കൂട്ടുകെട്ടുകൾ, അശുദ്ധമായ ബന്ധങ്ങൾ, ഇതൊക്കെ ഉപേക്ഷിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. പാപം കൊണ്ടുവരുന്ന, തിന്മ കൊണ്ടുവരുന്ന പാപത്തിലേക്കുള്ള എല്ലാ ചായ്വുകളിൽ നിന്നും കർത്താവെ എന്നെ വിമോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, ദൈവസ്നേഹത്തിന് തടസ്സമായി ഞങ്ങളിലേക്ക് കടന്നു വരുന്ന, ദൈവസ്നേഹത്തിൽ വളരുന്നതിനും അഭിഷേകം പ്രാപിക്കുന്നതിനും നമ്മുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ ആത്മീയ ലോകത്തിൻ്റെ അദൃശ്യ ശത്രുവിൻ്റെ സ്വാധീനങ്ങളിൽ നിന്നും കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെ അങ്ങ് വീണ്ടെടുക്കണമേ. നഷ്ടപ്പെട്ടു പോയത് മുഴുവനും തിരികെ പിടിക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ ചോർന്നു പോയത് മുഴുവനും തിരികെ എടുക്കുവാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ നിമിഷം അവിടുത്തെ സന്നിധിയിലിരുന്ന് അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഓരോ മക്കളിലേക്കും അവിടുത്തെ ശക്തി വ്യാപരിക്കട്ടെ, അവിടുത്തെ സാന്നിധ്യം ഒഴുകട്ടെ. കർത്താവേ, കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, പാപത്തിൽ വീണുപോയിട്ട് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്ത വിധത്തിൽ, സാത്താൻ്റെ വഞ്ചനകൾ മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ തകർന്നുപോയ കുടുംബങ്ങൾ, തകർന്നുപോയ സ്നേഹബന്ധങ്ങൾ, തകർന്നുപോയ ആത്മീയ
ആത്മീയ ജീവിതങ്ങൾ, തകർന്നുപോയ വിശുദ്ധ ജീവിതങ്ങൾ കർത്താവെ ഈ നിമിഷം തിരികെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരികെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ജീവിതത്തിന് അഭിഷേകം പ്രാപിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും യേശു നാമത്തിൽ ഈ നിമിഷം തന്നെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളിൽ നിന്നും മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഇവിടെ കുടുംബങ്ങളിൽ നിന്നും ഈ നിമിഷം തന്നെ വിടുതൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളിലേക്കും ഈ നിമിഷം തന്നെ ഈശോയെ അവിടുത്തെ സന്നിധിയിൽ നിന്നും അവിടുത്തെ സാന്നിധ്യത്തിൽ നിന്നും കൃപയൊഴുകട്ടെ, ശക്തി ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പാം, ശിരസ് നമിക്കാം. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കുന്നതിന് മുമ്പ് നല്ല തീരുമാനങ്ങൾ എടുത്തു പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, പിശാചിൻ്റെ വഞ്ചനകളെ തോൽപ്പിക്കാനുള്ള അഭിഷേകം തരണമെന്ന് പ്രാർത്ഥിക്കുക. ചിലതൊക്കെ ഉപേക്ഷിക്കാൻ, ചിലതൊക്കെ നിർത്താൻ, ചിലതിനോടൊക്കെ നോ പറയാൻ, ചില മേഖലകളിൽ അല്പം കൂടി ആത്മീയ പക്വത പ്രാപിക്കാൻ, ചില മേഖലകളിൽ അല്പം കൂടി ദൈവസാന്നിധ്യ സ്മരണ ഏറ്റെടുത്ത് ജീവിക്കാൻ ഒക്കെ ശക്തി തരണമെന്ന് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഈശോയുടെ സാന്നിധ്യമാണ് ഈ നിമിഷം നമ്മളെ നയിക്കുന്നത്. ഈശോ നമ്മുടെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കാം. പറ്റില്ല എന്ന് തോന്നുന്ന മേഖലകൾ, സാധ്യമല്ല എന്ന് തോന്നുന്ന മേഖലകളൊക്കെ ഈശോയ്ക്ക് കൊടുക്കുക. ഈശോയ്ക്ക് എല്ലാം സാധ്യമാക്കി തരാൻ പറ്റും. പിശാചിൻ്റെ വഞ്ചനയെ തകർത്തവനായി ഈശോ. 1 യോഹന്നാൻ 3:8-9 വചനം പറയുന്നില്ലേ, പിശാചിൻ്റെ സകല വഞ്ചനകളെയും തകർക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത്. ഈശോ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ സാത്താൻ്റെ തല തകർക്കപ്പെട്ടെങ്കിൽ ഈശോ എന്നിലേക്ക് വരുമ്പോൾ എന്നിൽ നിലനിൽക്കുന്ന എല്ലാ സാത്താൻ്റെ തലകളെയും ഈശോയ്ക്ക് തകർക്കാൻ പറ്റും. ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ ഞാനെടുത്ത തീരുമാനങ്ങളിലേക്ക് അങ്ങ് കടന്നു വരണമേ. ഈശോയെ ഞാനെടുത്ത തീരുമാനങ്ങളിലേക്ക് അങ്ങ് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഒരിക്കൽ കൂടി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.